നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ആധുനിക യുദ്ധമുറകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച അത്യാധുനിക സ്വാം ലൂയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. റഡാറുകളെ വെട്ടിച്ച് ശത്രുപാളയത്തിൽ കടന്നുകയറി 600 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന് പുതിയൊരു കരുത്തായി മാറും. സാധാരണയായി ഡ്രോണുകൾ പ്രൊപ്പല്ലറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ DRDO ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേകതരം ഡ്രോണുകളാണ്. ഇവയ്ക്ക് നിലവിലുള്ള ഡ്രോണുകളെക്കാൾ വേഗതയും ദീർഘദൂര പ്രഹരശേഷിയും ഉണ്ടാകും. ലൂയിറ്ററിംഗ് മ്യൂണിഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇവയ്ക്ക് ഒരു പ്രദേശത്തിന് മുകളിൽ നിശ്ചിത സമയം വട്ടമിട്ട് പറക്കാനും ശരിയായ ലക്ഷ്യം കണ്ടെത്തിയാലുടൻ സ്വയം മിസൈലായി മാറി ആ ലക്ഷ്യത്തിൽ പതിക്കാനും സാധിക്കും. ഇതിനെ കാമികാസെ ഡ്രോണുകൾ എന്നും വിളിക്കാറുണ്ട്. ഈ പുതിയ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ്. പഴയകാല വിമാനങ്ങളെ പോലെ ചിറകുകളും വാലുകളുമുള്ള പ്രത്യേക ഫ്യൂസേജ് ഇതിനില്ല. പകരം ഒരു ചിറകിന്റെ മാത്രം രൂപത്തിലുള്ള ഫ്ലൈയിങ് വിംഗ് ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സവിശേഷമായ ആകൃതി കാരണം ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നുള്ള തരംഗങ്ങൾ തട്ടി പ്രതിഫലിക്കില്ല. തന്മൂലം അതിർത്തിയിലെ റഡാർ സ്റ്റേഷനുകൾക്ക് ഈ ഡ്രോണിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്റ്റെൽത്ത് വിമാനങ്ങളായ B-2, സ്പിരിറ്റ് ബോംബർ പോലെയുള്ളവയിൽ ഉപയോഗിക്കാവുന്ന അതേ സാങ്കേതിക വിദ്യയുടെ ലഘുരൂപമാണിത്. ഏകദേശം 300 മുതൽ 600 കിലോമീറ്റർ വരെ ദൂരപരിധിയിലാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിക്കുക. ശത്രുരാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതീവ സുരക്ഷാ മേഖലകളെ പോലും ലക്ഷ്യമിടാൻ ഇതിന് കഴിയും. ശത്രുവിന്റെ കണ്ണുകളായ റഡാറുകളെ ആദ്യമേ തന്നെ നശിപ്പിക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ശത്രു സൈന്യത്തിന്റെ ആശയവിനിമയ കേന്ദ്രങ്ങളെയും നിയന്ത്രണ കേന്ദ്രങ്ങളെയും തകർക്കാം. വിദൂരതയിലുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുളച്ചു കയറാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുമുണ്ട്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വാം ടെക്നോളജിയാണ്. ഒറ്റയ്ക്ക് ആക്രമിക്കുന്നതിന് പകരം 10, 20 അതിലധികമോ ഡ്രോണുകൾ ഒരു കൂട്ടമായി പറക്കുന്നു. ഇവ പരസ്പരം ആശയവിനിമയം നടത്തുകയും കൃത്യമായി ആക്രമണം ഏകോപിപ്പിക്കുകയും ചെയ്യും. ഒരേ സമയം 10 ഭാഗത്തു നിന്നും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ആക്രമണം നടത്തുമ്പോൾ ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും പരാജയപ്പെടുകയും ചെയ്യും. 1, 2 ഡ്രോണുകളെ ശത്രു വെടിവെച്ചിട്ടാലും ബാക്കിയുള്ളവ ലക്ഷ്യം പൂർത്തിയാക്കുമെന്നതാണ് ഇതിന്റെ ഗുണം. ഇന്ത്യ ഇതിനകം തന്നെ ഷേഷ്നാഗ് 150 പോലുള്ള സ്വാം ഡ്രോൺ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ജെറ്റ് പവർ ഡ്രോൺ അവയേക്കാൾ പല മടങ്ങ് മാരകമാണ്. ജെറ്റ് എഞ്ചിൻ ആയതിനാൽ ശത്രുവിന് പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പേ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഒരൊറ്റ അടിസ്ഥാന രൂപകൽപ്പനയിൽ നിന്ന് 2, 3 വ്യത്യസ്ത വകഭേദങ്ങൾ നിർമ്മിക്കാൻ DRDO ലക്ഷ്യമിടുന്നു. ഓരോ ദൗത്യത്തിനും അനുയോജ്യമായ രീതിയിൽ ഇവ മാറ്റം വരുത്താം. അത്യാധുനിക സാങ്കേതിക വിദ്യയാണെങ്കിലും ഇതിന്റെ നിർമ്മാണ ചെലവ് കുറവാണ് എന്നുള്ളതാണ് വലിയൊരു നേട്ടം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ സൈന്യത്തിന് സാധിക്കും. ഈ DRDO പദ്ധതി വിജയിക്കുന്നതോടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കോയ്മ ലഭിക്കും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും അതിർത്തി കടന്നുള്ള കൃത്യമായ ആക്രമണങ്ങൾ സുരക്ഷിതമായി നടത്താനും ഇന്ത്യക്ക് ഈ ഡ്രോണുകൾ വഴി സാധിക്കും. സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയാണിത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ നൽകി ഡ്രോണുകൾ വാങ്ങുന്നതിന് പകരം സ്വന്തമായി വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ കൂടുതൽ സുരക്ഷിതമായിരിക്കും. ചുരുക്കത്തിൽ അദൃശ്യനായി വന്ന് മിന്നൽ വേഗത്തിൽ ശത്രുവിനെ തകർക്കുന്ന ഈ ജെറ്റ് പവർ ഡ്രോണുകൾ ഭാവിയിലെ യുദ്ധക്കളത്തിൽ ഇന്ത്യയുടെ വജ്രായുധമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.